ഭർത്തൃവീട്ടിലെ പീഡനത്തെ തുടർന്ന് വിവാഹത്തിന്റെ 38ാം ദിവസം 19-കാരി ആത്മഹത്യ ചെയ്ത സംഭവത്തിൽ പ്രതികളെ അറസ്റ്റ് ചെയ്യാതെ പോലീസ്. ആലപ്പുഴ തൃക്കുന്നപ്പുഴ പാനൂരിലാണ് അബ്ദുൽ നാസറിന്റെ മകൾ ഫാത്തിമ കഴിഞ്ഞ മെയ് 28-ന് ആത്മഹത്യ ചെയ്തത്. ഭർത്താവിനെയും ബന്ധുക്കളെയും പ്രതിയാക്കി കേസ് രജിസ്റ്റർ ചെയ്ത് 1.5 മാസം പിന്നിട്ടിട്ടും വിശദമായ ചോദ്യം ചെയ്യലിന് പോലും പോലീസ് തയ്യാറായിട്ടില്ല. കഴിഞ്ഞ ഏപ്രിൽ 19-നാണ് ഫാത്തിമയും ആലപ്പുഴ പുന്നപ്ര സ്വദേശി നൌഫലും വിവാഹിതരായത്. ഗർഭിണിയായിരുന്ന ഫാത്തിമയെ ഗർഭം അലസിപ്പിക്കാൻ നിർബന്ധിച്ചതായും മതം മാറി മുസ്ലിം മതം സ്വീകരിച്ച പിതാവിന്റെ പൂർവ്വജാതി പറഞ്ഞ് അധിക്ഷേപിച്ചതായും ബന്ധുക്കൾ ആരോപിക്കുന്നു. ഗർഭം അലസിപ്പിക്കാനും മറ്റുമായി ഉസ്താദിന്റെ അടുക്കൽ പരിഹാര കർമ്മങ്ങൾക്ക് കൊണ്ടുപോയി മാനസികമായി പീഡിപ്പിച്ചതിന്റെ അടക്കം ഓഡിയോ റെക്കോർഡിംഗ് ഫാത്തിമയുടെ ഫോണിൽ നിന്ന് ലഭിച്ചതായും അത് പോലീസിന് കൈമാറിയതായും ബന്ധുക്കൾ പറയുന്നു. വിവാഹത്തിന് ശേഷം സ്വർണം കുറഞ്ഞു പോയെന്ന പേരിലും മുടി കുറവെന്ന പേരിലും തുടങ്ങി നിരന്തരം ഭർത്താവിന്റെ അമ്മ റുമയിലത്തും മകളും മാനസികമായി പീഡിപ്പിച്ചിരുന്നതായി ബന്ധുക്കൾ പോലീസിൽ മൊഴി നൽകിയിട്ടുണ്ട്. ഇത്രയേറെ തെളിവുണ്ടായിട്ടും പ്രതികളെവിടെയെന്ന് വിവരം നൽകിയിട്ടും അറസ്റ്റ് ചെയ്യുന്നില്ലെന്നതാണ് ബന്ധുക്കളുടെ ആക്ഷേപം. ഇപ്പോൾ എൻ്റെ കൊച്ചു മരിച്ചിട്ട് 48 ദിവസമായി. തൃക്കുന്നപ്പുഴ സ്റ്റേഷനിൽ നിന്ന് DYSPക്ക് ഈ കേസ് ഹാൻഡിൽ ചെയ്തു. DYSP ആണ് അന്വേഷിക്കുന്നത്. DYSP അന്വേഷണ നമ്മൾ ഒരുപാട് വർഷം DYSP ഓഫീസിൽ പോയിട്ടുണ്ട്. ഈ പ്രതികൾ ഉള്ള സ്ഥലങ്ങൾ DYSP നമ്മൾ അറിയിച്ചിട്ടുള്ളതാണ്. അവിടെ അങ്ങ് ഇതുവരെ DYSP ഓഫീസിൽ നിന്നും ആരും മറ്റ് DYSPയോ മറ്റു ആളുകളോ ആരും പോയിട്ടില്ല. യുവതി നേരിട്ട പീഡനം കേട്ടുകേൾവിയില്ലാത്തതെന്നും പോലീസ് കർശന നടപടി സ്വീകരിക്കണമെന്നും വാർഡ് മെമ്പറും ആവശ്യപ്പെടുന്നു. മകൾക്ക് നീതി ലഭിക്കണമെന്നും മറ്റൊരു പെൺകുട്ടിക്കും ഈ അവസ്ഥ ഉണ്ടാകരുതെന്നുമാണ് അമ്മ റഹ്മത്തിന്റെ അഭ്യർത്ഥന. നിലവിൽ പ്രതികൾക്ക് മുൻകൂർ ജാമ്യം ലഭിക്കാൻ പോലീസ് അവസരമൊരുക്കുകയാണെന്നും പ്രതികൾ സാക്ഷികളെ സ്വാധീനിക്കുന്നതായും ആക്ഷേപമുണ്ട്. ക്യാമറാമാൻ സുമേഷ് പുന്നമടയ്ക്കൊപ്പം സുധീഷ് ഗോപാൽ, ജനം, ആലപ്പുഴ.